കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ജീവനക്കാരുടെ സമരം മൂലം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 90-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയത് രാജ്യമാകെ യാത്രക്കാരെ വലച്ചു. ആയിരക്കണക്കിനു പേരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. കേരളത്തിലടക്കം പ്രതിഷേധമുണ്ടായി. ആഭ്യന്തര സർവീസുകൾ പുറമെ ഗൾഫിലേക്കും അവിടെ നിന്നുള്ള രാജ്യാന്തര സർവീസുകളും മുടങ്ങി. തുടർന്നുള്ള ദിവസങ്ങളിലും സർവീസുകൾ റദ്ദാക്കേണ്ടി വരുമെന്ന് കമ്പനി അറിയിച്ചു. യാത്രക്കാരിൽ പലവരും വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി പരിശോധന കഴിഞ്ഞാണ് വിമാനം റദ്ദായ വിവരം അറിഞ്ഞത്. ലീവിന് നാട്ടിലെത്തി മടങ്ങാനിരുന്നവരും പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടവരും ഉൾപ്പെടെയുള്ളവർ യഥാസമയം എത്താൻ കഴിയാതെ ദുരിതത്തിലായി. വിമാനം റദ്ദാക്കുന്ന വിവരം നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ മറ്റു വിമാനങ്ങളിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാമായിരുന്നു എന്ന് യാത്രക്കാർ പറഞ്ഞു. പലരും മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റ് എടുത്തവരാണ്. കരിപ്പൂരിൽ വിവിധ ഗൾഫ് നാടുകളിലേക്ക് യാത്രാ വിമാനങ്ങളിൽ കയറ്റി അയക്കാൻ കാർഗോ വിഭാഗത്തിലെത്തിച്ച പഴം, പച്ചക്കറി ഇനങ്ങൾ തിരിച്ചെടുക്കേണ്ടി വന്നു. ഇതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി കയറ്റുമതി ഏജൻസികൾ പറഞ്ഞു. ജീവനക്കാരെ തുല്യമായല്ല പരിഗണിക്കുന്നതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ ആരോപിച്ചു. വിമാനം റദ്ദാക്കിയതിനാൽ യാത്ര ചെയ്യാനാകാത്തവർക്ക് ടിക്കറ്റ് തുക മുഴുവനും തിരികെ നൽകുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ന്യൂസ് 95 കരിപ്പൂർ.